ക്ലാസ്സിലെ ഫോട്ടോയാണ് ഞാൻ ഇവിടെ കിടന്നതിൻ്റെ കൈ ഉണ്ട്. ഈ കയ്യിൽ 11 സ്റ്റിച്ച് അടിച്ചാണ്ട് ഈ കഥ പിടിച്ചിട്ടുണ്ട്. സ്കൂളിൽ ഇന്ന് റീയൂണിയൻ പരേഡ് ഉണ്ട്. ഞാൻ +2 പഠിച്ച സ്കൂളാണ്. അപ്പോൾ ഇന്നെന്തായാലും അതുവരെയ്ക്കും ഒന്ന് പോകണം. നമ്മൾ മാത്രമല്ല അവിടെ 25 വർഷമായിട്ട് പഠിച്ച എല്ലാവരും ഇന്ന് വരും. അപ്പോഴത്തേക്ക് ഈ റീയൂണിയനുള്ള പരിപാടിക്കാണ് ആൾമോസ്റ്റ് കുറച്ച് നേരം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും വ്ളോഗായിട്ട് എടുത്ത് സേവ് ചെയ്ത് യൂട്യൂബിൽ വെച്ചേക്കാന്ന് വെച്ച് കാണാം. ഗാലറിയിലൊക്കെ ഇടണമെങ്കിൽ ഒരുപാട് സ്പേസ് ആവും. നമുക്ക് അവിടെ ചെന്നിട്ട് ആരൊക്കെ വന്നു, എത്ര പേര് വന്നു എന്നൊക്കെ എത്ര പേര് വന്നു എന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷേ 1, 2, 3, 4, 5 വരെ വന്നിട്ടുള്ളൂ. നമ്മളെ ക്ലാസ്സിലല്ല, നമ്മൾ 2020 ബാച്ചല്ലേ, നമ്മൾ 2018, 20 ബാച്ചാണ് നമ്മളെ ബാച്ചിൽ നിന്ന് എല്ലാ ക്ലാസ്സും ചേർത്ത് നമ്മൾ ഇത്ര വരെ വന്നോളൂ. പിന്നെ ഗ്രൂപ്പിലൊക്കെ ഹോം സയൻസിലെ ചിലവന്മാരൊക്കെ ഇടന്ന് കറ അടിക്കുന്നുണ്ടായിരുന്നു. അവന്മാരെ ഒരുത്തരെ പോലും വിടല്ല. പ്രത്യേകിച്ച് മനു എന്ന് പറഞ്ഞവൻ നമ്മളെന്തായാലും സ്കൂളിൻ്റെ ബാക്കിൽ കുറച്ച് വ്യൂസൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മൾ +1 A ആയിരുന്നല്ലേ? ഞാൻ നിങ്ങളെ എൻ്റെ ക്ലാസ് കാണിച്ചിട്ടുണ്ട്. ഇതായിരുന്നു നമ്മളെ ക്ലാസ്. പക്ഷെ അന്ന് ഇതൊന്നും ഇല്ലായിരുന്നല്ലേ? ആ ക്ലാസ് മാത്രം നല്ല ക്ലാസ്സും ഇത് സംസ്കൃതം ക്ലാസ്, മലയാളം. പക്ഷെ അന്ന് ഈ ഗ്രില്ലൊന്നും ഇല്ലായിരുന്നു. പണ്ട് ഞാനും സച്ചിനും അഭിയത്തൂടെ ഇവിടെ നിന്നാണ് അടികൂടി നേരെ അങ്ങ് താഴെ പോയത്. ഇവിടുന്ന് ഒരു പിറ മൊത്തം മുറിഞ്ഞ് വാരി സൂപ്പാട് വന്നു. ഫുട്ബോളൊക്കെ കളിച്ചോണ്ടിരുന്നല്ലേ? പായി നോക്കുന്നത് ഇവിടെയായിരുന്നു നമ്മളെ ക്ലാസ് ഒന്ന് കാണിച്ചു തരാം. പക്ഷെ അന്ന് നമ്മൾ പഠിച്ചപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ടോപ്പിലൊന്നും ഇതിനൊക്കൊന്നും ഇല്ലായിരുന്നു. ജനലും വെച്ചിട്ടുള്ള ഇവിടെയൊക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ലാബും കാണലൊക്കെ വരുന്നത്. ഇതാണ് കെമിസ്ട്രി ലാബ്. ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബൊക്കെ പൊട്ടിച്ചിട്ട് ഇവിടെ ഒരു കിണറുണ്ട്. ഈ കിണറ്റിൻ്റെ സൈഡിൽ കുഴിയുണ്ട്. നമ്മൾ ഇവിടെയാണ് സാധനമൊക്കെ ഞാൻ ഡിസ്പോസ് ചെയ്യുന്നത്. പക്ഷേ ഇവൻ ടെസ്റ്റ് ട്യൂബ് പൊട്ടിച്ചിട്ട് അവനെ പിടിച്ചിട്ട് ഫൈൻ ഇപ്പോഴും കിടപ്പുണ്ട്. ഇവൻ്റെ പേരിലും പിന്നെ ആരുടെ പേരിലാ, അപ്പുവിൻ്റെ പേരിലും ഉണ്ട്. ഫിസിക്സ് അതിൻ്റെ അപ്പുറം എല്ലാം മറന്നുപോയി. ബാക്കി ബയോളജി. പിന്നെ ഈ മുള്ളുവലിയൊക്കെ വെച്ച് നമ്മളെ ശല്യം കാരണമാണ് ഇവിടെ ക്രിക്കറ്റൊക്കെ കളിച്ചിട്ട് പന്തടിച്ചിട്ട് കയറും. അതുകൊണ്ട് മുള്ളുവലിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ബയോളജി ലൈഫ് പോകാം. ബാ അവിടെയല്ലേ? എടാ ഇവിടെ കുളമുള്ള മീനെ പിടിച്ച് ഓർമ്മടാ. അത് എപ്പോഴാണ് മൂടിയത്? മറ്റേ BJP എന്തിനാ പരിപാടി ഇവിടെ വന്നല്ലേ, അപ്പാണ് മൂടിയത്. അല്ല, ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. പഠിച്ച എല്ലാ പിള്ളേരും വന്നിട്ട് അവർ ഓർമ്മകളൊക്കെ അയവർക്കുകയായിരിക്കും അല്ലേ. നമ്മൾ 4 പേരെ വശിയുള്ളൂ. വേണ്ട, നമ്മളെ കൊച്ചുണ്ണിയുണ്ട്. അവ ഇപ്പോൾ മുകളിൽ നിൽക്കുകയാണ്. പണ്ട് ടീച്ചറിൻ്റെ വണ്ടിയുടെ സീറ്റ് കുത്തി കണ്ടിട്ട് അവനാണ് തൂക്കിയതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വന്നില്ല. പിന്നെ കുറേ പേര് അതുകൊണ്ടൊക്കെ തന്നെ വരാത്തതുകൊണ്ട്. പിന്നെ നമ്മളെ സച്ചിൻ ഗൾഫിലിരുന്ന് ഈ വീഡിയോസ് കണ്ടുപിടിക്കുകയാണ്. അതേപോലെ നമ്മളെ സൂപ്പർ ചിലപ്പോൾ ഇത് കാണുന്ന അവൻ അയച്ചു കൊടുക്കും. ഇവിടെ പക്ഷേ ഇതൊക്കെ മുമ്പ് ഫുള്ള് ഓപ്പൺ സ്പേസ് ആയിരുന്നു. സുവോളജി ലാബ്, ഹോം സയൻസ് ലാബൊക്കെ ഇവിടെ ആക്കി. പക്ഷേ ഇതൊക്കെ മുമ്പ് ഇങ്ങനെ ജസ്റ്റ് ഒരു കെട്ടിടം മാത്രമായിരുന്നു. പിന്നെ ഇവിടെ ബയോളജി ലാബ്, ബോട്ടണി. എടാ നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടപ്പോൾ ബാക്കിൽ തീ പിടിച്ച് ഓർമ്മ ഉണ്ടാ? തീ പിടിച്ചിട്ട് നമ്മളാണ് പോയി അണച്ചല്ലടാ. പത്രത്തിൽ ഉണ്ടായിരുന്നോ? പണ്ടൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആയിരുന്നു പാർക്ക്. എടാ ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ സൈഡിൽ? ഇവിടെ ലാബ് ഉണ്ടായിരുന്ന ഞാൻ വന്നിട്ടുണ്ടാ. സുവോളജി ലാബ്, പുളിമരം ഇതായിരിക്കും. ഇതൊക്കെ ഫുൾ ഓപ്പൺ ആയിരുന്നു. നമ്മൾ ഈ ലാബിന് എക്സാമിനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇവിടെയാണ് ഇരുന്നുണ്ടാക്കിയിരുന്നത്. ഞാൻ ഓരോരുത്തരായിട്ട് പഴയ ഫോട്ടോ കാണിച്ചു തരാം. ഫസ്റ്റ് വൈശാഖി. എടാ ഫോട്ടോ ഇടാ വൈശാഖിരാ. നല്ല ഫോട്ടോ. അവളെല്ലാം ഫിൽറ്റർ ഇട്ടിട്ട് ഇതെല്ലാം ബേസിക് 12 എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ഇട്ട് അവളിട്ടാണ് നല്ലോണം ഇരിക്കുന്നത്. മോശം ഫോട്ടോ എടുക്കൂ പ്ലീസ്. ഗ്രൂപ്പ് ഫോട്ടോ വേണ്ട. ഇതാണ് ഇവള്. അടുത്തായിട്ട് നമ്മളെ ലോലേനെ കാണിച്ചു തരാം. ലോലേനടാ, നമ്മള് മാത്രം മോശമില്ലടേ. ഇതാണ് ലോല. അടുത്തായിട്ട് നമ്മളെ ഷൈൻരാജ്, അൺഫിൽറ്റേഡ് ഷൈൻരാജ്. അവനാണ് ഏറ്റവും മുന്ന ലുക്കില് എന്നെ കട്ടി. ഇവനെ കണ്ടോ? അടുത്തായിട്ട് ഇവനെ വിഷ്ണുവിന. എടാ നിന്റെ നല്ല അയ്യോ ഇതല്ല കേട്ടാ, വേറെ നിന്റെ നല്ല ഫോട്ടോ ഉണ്ട് ഇവൻ. അടുത്തതായിട്ട് എന്നെ കാണിച്ചു തരാം. എന്റെ കാട്ടി മൊണ്ണയാണ് അവൻ. ഒന്നുകൂടെ കാണിച്ചാണ്. എന്റെ വേറെ നല്ല ഫോട്ടോ കൊണ്ടെടുത്താണ്ടാ. നല്ല ഫോട്ടോ ഇത് നമ്മള് ടൂറിനൊക്കെ പോയപ്പോ എടുത്തതാണ്. കണ്ട, ഇത് ഞാൻ, ഇത് അനന്തു, ഇത് നീ, ഷൈൻരാജ്, സച്ചിൻ. മുന്ന സച്ചിന്റെ ഫോട്ടോ, മുന്ന സച്ചിന്റെ മീശയിലുള്ള ഫോട്ടോ. ഏതാണ്ട് ഇവൻ കണ്ട ഇന്നും ഒരു മപ്പ ലുക്ക്. ഇവനിപ്പോഴും മീശയൊന്നും ഇല്ല. എന്തുണ്ട് അന്നത്തെ വെറൈറ്റി ഷോട്ട് ഇടാ. സൂപ്പറിന്റെ ഫോട്ടോ, സൂപ്പർ വെറൈറ്റി ഫോട്ടോ എടുത്തരാം. വെറൈറ്റി ഫോട്ടോ. ഇതായിരുന്നു അന്ന് നമ്മള് ട്രെൻഡിങ് ആയിട്ടൊക്കെ എടുത്ത ഫോട്ടോ കണ്ടാ. അപ്പൊ നമ്മളെ ക്ലാസ്സിലെ ഫോട്ടോയാണ്. ഞാൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ശരത്ത്, ഇത് നമ്മളെ തവള. പിന്നെ ഇവൻ ടീച്ചറിന്റെ വണ്ടിയിൽ കണ്ണിട്ടത് നമ്മളിപ്പോൾ ഒറ്റിയതുകൊണ്ട് അവൻ വരില്ല. പിന്നെ പെണ്ണപ്പം ഉണ്ട്, വിജിനുണ്ട്, അക്ഷയുണ്ട്. നമ്മളെ മെയിൻ ടീം അനന്തുവിനെ കണ്ടാടാ എല്ലാവരും. അനന്തു വീഡിയോസിലും കാലൊന്നും പ്രത്യേകിച്ച് എഡിറ്റിംഗ് കാലൊന്നും വരില്ല. ജസ്റ്റ് നമ്മൾ ഇതേനൊക്കെ സേവ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഇന്ന് വരാത്തവന്മാർക്ക് വൻ മിസ്സിംഗ് ആയിരിക്കും. പക്ഷെ ഞാൻ വിചാരിച്ചൊരു 10-20 പേരെങ്കിലും വരുമെന്നാണ്. പക്ഷേ വെറും 5 പേർ മാത്രം. ഒരാളുണ്ട്, അഭിജയുണ്ട്. അഭിജൻ്റെ കാര്യം പറയാൻ വിട്ടുപോയതാണ്.
ഞാൻ ഇവരെയൊക്കെ കാണുന്ന ഒരു ധൃതിയിൽ വണ്ടിയുടെ താക്കോൽ എടുക്കാൻ മറന്നുപോയി. തിരിച്ചു പോകുമ്പോൾ താക്കോൽ എവിടെ കൊണ്ടായിരുന്നാൽ മതിയായിരുന്നു, എവിടെയാണ് ഇട്ടതെന്ന് പോലും. കിട്ടി പോക്കറ്റ് ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ താക്കോൽ നമ്മളെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നതിൽ ഭൂരിഭാഗം പേരും കപ്പിൾസായിട്ടും വൈഫായിട്ടും കൊച്ചുങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. നമ്മൾ മാത്രം സിംഗിളായിട്ടാണ് വന്നത്. അല്ലേടാ വിഷ്ണു? നമ്മൾ പണ്ട് ആറ്റിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്നിട്ടാണ് നീന്താൻ പഠിച്ചേടാ സത്യമായിട്ടും. ഇവിടെ നേരെ ആറ്റിൽ പോവും. നമ്മൾ ഇവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുമ്പോഴത്തേക്ക് പന്ത് നേരെ ഉരുണ്ട് ഈ വീട്ടിൽ കയറി പോവും. ഇവിടുത്തെ പയ്യൻ്റെ അമ്മൂമ്മ എടുത്തു വെച്ചിട്ട് പിന്നെ തരൂലായിരുന്നു. സ്കൂളിൽ പഠിച്ചപ്പോഴത്തേക്ക് ഇതാണ്ട അവളെ കാല് ഇവള് ചവിട്ടി ഓടിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി വല്ലതും പറയണ്ട? വളരെ മനോഹരമായിരുന്നു, ഞാൻ പോലും അറിയാതെ സംഭവിച്ച. പക്ഷെ ഒരുപാട് പേര് പറഞ്ഞോടുന്നു, ഞാൻ കുറച്ച് പേരൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ കണ്ട എത്ത് മാത്രം ആക്കണം. പിന്നെ ആടിച്ചോടിയൊക്കെ എല്ലാവരുടെ പിരിവൊക്കെ ഇട്ട് പണിതിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ജോലിയും കാലൊന്നും ഇല്ലാത്തതുകൊണ്ട് പിരിവൊന്നും കൊടുക്കാൻ പറ്റില്ല, ജസ്റ്റ് വന്നു. ഇതാണ് നമ്മുടെ സർബത്തൊക്കെ കുടിച്ചുകൊണ്ടുന്ന കട. ഇപ്പോൾ അത് നമ്മളെ തമിഴെണ്ണ എടുത്താണ് നടത്തുന്നത്, പഴയ ആളല്ല. ഇതാണ് ഞാൻ പറഞ്ഞ കൊച്ചുണ്ണി. എടാ ഇവൻ്റെ പഴയ ഫോട്ടോ എടുത്താണ്ടാ, ഇവൻ്റെ ഏറ്റവും ഫണ്ണി ഫോട്ടോ അതിൽ. ഇവനെ നമ്മുടെ ഷാൽ ടീച്ചറിൻ്റെ സ്കൂട്ടറിൻ്റെ സീറ്റ് കണ്ണിട്ട് മൊട്ടിപ്പൂജ കുത്തി വെച്ചിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒറ്റയ്ക്ക് കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇവനെ പിടിച്ചിട്ടുള്ളത്. ഫോട്ടോ ഇടാ. ഇതാണ് ഇവൻ. എത്ര പിള്ളേരാന്നുണ്ടോ? ഈ സാരിച്ചോറയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. മുമ്പ് ഈ സൈഡിലെ കവറിങ് ഒന്നും ഇല്ലായിരുന്നു, ടോപ്പ് മാത്രം. ഇപ്പം എന്തായാലും സ്പീക്കറും കാലൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ചെവരൊക്കെ നമ്മൾ പണ്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഗേസ് ആ ബാച്ചിലേക്ക് കണ്ടോ എല്ലാവരും വന്ന്. ഗേസ് ഇവളിതാ ഒരു ചെറുക്കനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കീ എടുത്ത് വെച്ചേക്കാണ്. എപ്പോൾ എന്ത് പറഞ്ഞാലും വയലൻ്റ് ആവും. എന്താടാ കണ്ടാ? ചെറുക്കനെ ട്രെയിനിങ് ചെയ്ത് കൊണ്ടുവന്നാണ് വീട്ടിൽ പോയി എടുത്തുണ്ട്. ചുമ്മാ ഇടാ. ഇതാണ് നമ്മളെ അവിജ, ഇതാണ് നമ്മളെ വൈശേഖരി ചേച്ചി. കൊച്ചെവിടെ ഇടി നിൻ്റെ? നമ്മളിൽ കപ്പിൾസ് ആയിട്ടുള്ള കൊച്ചിനെ കൊണ്ടുവന്ന് ഒരാളല്ലേ ഉള്ളൂ. എടുത്തോളൂ. അപ്പോൾ ഇവിടെ ഇതുപോലെ പേരിങ് കാണാൻ കഴിഞ്ഞ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ പോയി പറയാണ്. നീ എപ്പോൾ ഇതൊക്കെ ഒന്ന് എഴുതി? നമ്മൾ പണ്ട് ബോർഡിൽ പേരൊക്കെ എഴുതിയാൽ നോക്കാൻ വന്നതിന്, പക്ഷെ അവർ പെയിൻ്റ് അടിച്ച് മാച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്ലാസ് റൂം. എവിടെ ഇതാണ്ട് ഈ ഓട്ടയും കാലൊക്കെ പണ്ട് നമ്മൾ പഠിച്ചപ്പോൾ ഇട്ടതാണ്. നമ്മൾ സയൻസ് ക്ലാസ്സിന് ഹ്യൂമാനിറ്റീസിലോട്ട് ഒളിച്ചു വെക്കുന്ന ഓട്ട. ഇതെനിക്ക് ഒരുപാട് ഓട്ടം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മളെ വീഡിയോസിലേക്ക് പറഞ്ഞ അകിനൊക്കെ ഉള്ളത്. എൻ്റെ കൈ ഉണ്ട്, ഈ കയ്യിൽ 11 സ്റ്റിച്ച് അടിച്ചാണ്ട് ഈ കഥ ഇടിച്ചാണ്ടാ. ഇതിൻ്റെ ഇടയിലാണ് എൻ്റെ തൊലി പണ്ടിരുന്നാണ്ടാ. ഇവരിൻ്റെ ഇടയിൽ ഇവിടെ ആയിരുന്നു നമ്മുടെ ഈ ഒരു സ്കൂൾ ലൈഫ് തുടങ്ങിയ സമയത്ത് നമ്മുടെ ക്ലാസ് +1 ക്ലാസ്. പക്ഷെ അന്ന് ഇവിടെ ഈ കഥവോ ഈ ടോപ്പിലൊന്നും ഇല്ലായിരുന്നു, ഇവിടെയൊക്കെ ഓപ്പൺ ആയിരുന്നു. നമ്മൾ ഇവിടെ ഇങ്ങനെ എത്തുമ്പോഴേ അവിടെ ആരൊക്കെ ഇരിക്കുന്നതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഈ കഥവില്ലായിരുന്നു, ഈ ജനലില്ലായിരുന്നു. ഹായ്, ജസ്റ്റ് ഇവിടെ ഒരു ഗേറ്റ് മാത്രം. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അനിയനാണ്. ഇതൊക്കെ എല്ലാം കിട്ടുന്ന സെറ്റപ്പ് ആക്കിയിട്ട് ഇവിടെയൊക്കെ കോളേജൊക്കെ ആയി. പിന്നെ ഈ ഒരു മതിലും ഇല്ലായിരുന്നു. ഇത് കണ്ട നോക്കട്ടെ, ഇതിങ്ങനെ സ്റ്റെപ്പ് ഇവിടെ നല്ല ചോറ് കഴിക്കണ. ഇവിടെ നമ്മൾ കയറുന്നു, ഇതുവഴി പോയി കയറി ഓപ്പൺ ആയിരുന്നു. ഇത് ഇത്രയും ഹൈറ്റും ഇല്ലായിരുന്നു അല്ലേ? ഇവിടെ ജനലും ഇതൊക്കെ വെച്ച് സെറ്റാക്കി അടിപൊളിയാക്കിയല്ലേ. ഇതിന്റെ അടിയിൽ കൂടെ നമ്മൾ കൈയിട്ട് അപ്പുറത്തുള്ളവന്മാരെ പിടിക്കുകയും ചെയ്യില്ലേടാ. വിഷ്ണു നമ്മൾ ക്ലാസ്സിൽ ചിട്ടളിച്ച് ഓർമ്മണ്ട ടീച്ചർ പിടിച്ച പണ്ട് ഇങ്ങനത്തെ സ്റ്റെപ്പ് അല്ലേ എളുപ്പമായിരുന്നു. എടാ ഈ ബെഞ്ചൊക്കെ നമ്മൾ പഠിച്ചപ്പോണ്ടായിരുന്നേടാ. എടാ ഞാനും അവരുടെ ദിവസം ക്ലാസ്സിൽ ചീട്ട് കളിക്കായിരുന്നേ ഇവിടെ നിന്ന്. അപ്പോൾ ടീച്ചർ അവിടെ വന്നിട്ട് നേരെ പിടിച്ച്. പക്ഷെ ഒന്നും പറഞ്ഞില്ലല്ലേ, അവർ വെച്ചപ്പോൾ വേറെ എന്തോ വെച്ചോണ്ടിരിക്കുന്നു.
ഈ ക്ലാസ്സിലല്ല അപ്പുറത്തെ ക്ലാസ്സിൽ എന്നെ തിരിച്ചിരുത്തി. അയ്യോ 10 അടിയാൻ. എടാ എന്റെ സ്പോട്ട് ഇവിടെ ആയിരുന്നു, മറ്റേ വലിയ ബെഞ്ച്, നമ്മളെ വലിയ ബെഞ്ച് സ്പോട്ടിന്റെ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ കയറി നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവന്റെ ചേട്ടനും ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതിന്റെ ചേട്ടൻ വന്നില്ലടാ, അനിയൻ മാത്രം. കോളേജ് വൈബൊന്നും എത്തിയില്ല. അല്ല ഈ ടോപ്പ് ക്ലോസ് അല്ലായിരുന്നു, അതെ ഇത് ഓപ്പൺ ആയിരുന്നോ? ഓപ്പൺ ആയിരുന്നു, ഇവിടെ ഓപ്പൺ ആയിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ആ ഈ റൂഫ് ഇല്ലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. ആ എടാ ഇത്തിരി ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതിൽ കൂടെ ഞാൻ അപ്പുറത്ത് ഇറങ്ങി തിരിച്ചൊക്കെ വരുമായിരുന്നു എപ്പോഴും. പക്ഷെ ഇനി പറ്റൂലല്ലേ? നീ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പണ്ട് ഇങ്ങനെ പണ്ട് കൈ അഭീഷെന്ന് പറഞ്ഞാൽ വന്നിട്ട് ടിക് ടിക് ടിക്ക് ഒരു പേരെ കിട്ടും. ഇതുവരെ മാറിയിട്ടില്ല പേര്. ഇപ്പൊ ടിക്ക് ആയിപ്പോയി. ഇപ്പൊ കൈ ഡയറക്റ്റ് അടിക്കും. എനിക്ക് ഞാൻ ഒരേ ഇത് ഓഫാക്കട്ടാടാ ഇത്. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അത് കുറച്ച് വാക്കുകൾ അൺലോക്ക് ആവാത്തുള്ളൂ, പക്ഷേ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആണ് പറഞ്ഞത്. നമ്മളെ +2 കാലഘട്ടത്തിലെ ടോയ്ലറ്റ് നമ്മൾ ഇതുവഴി ആയിരുന്നല്ല സ്കൂളിൽ പോയിട്ട് പറഞ്ഞത്, അതുവഴിയായിരുന്നാ? അവിടെ പോവാം. മിണ്ടാടാ, ഇവിടെ ഒരു താഴെ ഒരു തോടും കാലൊക്കെ ഉണ്ട് ഇല്ലടാ. ഇതാണ് ഇവിടുത്തെ താഴത്തെ ബ്ലോക്ക്. ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ ഇവിടെ +1 +2 നടന്നത്. 10 വരെ 8, 9, 10 ഇവിടെയാണ് പഠിച്ചത്. ഈ ഒരു ബ്ലോക്കാണ് ഞാൻ നേരത്തെ കാണിച്ച ലാബിൻ്റെ അവിടെയൊക്കെ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇതാണ് സ്കൂളിൻ്റെ ബാക്ക് സൈഡൊക്കെ. ഞാൻ രാവിലെയൊക്കെ പഠിക്കാൻ വന്നിട്ടുള്ള സമയത്ത് അതുവഴി കാര്യമായിട്ട് നടക്കുമല്ലോ നമ്മളെല്ലാം അവിടെ ലിഫ്റ്റ് അടിച്ച് നടന്നൊക്കെ വന്നിട്ട് അതുവഴി നടന്ന് ഇതുവഴിയാണ് സ്കൂളിൽ കയറുന്നത്. ഞാൻ ഈ ഒരു സ്കൂളിൻ്റെ മെയിൻ എൻട്രൻസ് വഴി വന്നത് വളരെ ചുരുക്കം പ്രാവശ്യം എന്ന് പറയാം. എന്തെങ്കിലും പ്രശ്നമൊക്കെ ആകുമ്പോഴത്തേക്ക് മോളിൽ കയറി പോകാനായിരിക്കും നോക്കുന്നത്. പിള്ളേരെയൊക്കെ കയ്യപ്പുണ്ടോ എടാ. ഇതിൻ്റെ അങ്ങ് 3ാമത്തെ ക്ലാസ്സിൻ്റെ അവിട്ടാണ് ഞാനും സച്ചിനോട് അബീത്തിനെ തറയിട്ട് ചവിട്ടി പെരുത്തത്. നീ ഇത് കാരണം എന്നൊക്കെ അറിയാം. അടി കൊണ്ടുമ്പോൾ പിരുതറ അദ്ദേഹം ഷട്ടിൽ ബെഞ്ചിലൊക്കെ മൊത്തം കാലടയാളം. ചുമ്മാ ഇത് അത്യാവശ്യം നൈസ് ഒരു സ്പോട്ടാണ്, നമുക്ക് രാവിലെയൊക്കെ വന്ന് വൈബടിക്കാനും. പക്ഷെ രാത്രിയൊക്കെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ട് പേടിയാവുന്ന രീതിയിലാണ്. സ്കൂൾ ലൈഫിലെ ഓർമ്മകളൊക്കെ ഒന്ന് മെനഞ്ഞ് പതുക്കെ നടന്നു. ഈ ഒരു സ്കൂളിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു സൈഡിൽ ഫുള്ള് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മൊത്തം ഹയർ സെക്കൻഡറി ആയിരുന്നു. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിക്ക സമയത്ത് ഇവന്മാർ ചെറിയ കശപിശ വഴക്കൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് പേരുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും അതൊന്നും ആദ്യത്തെ വീഡിയോ ബോറാക്കുന്നില്ല. പിന്നെ എൻ്റെ കൂടെ വന്നവന്മാരൊക്കെ പോയി. അപ്പോൾ ഇവരൊരു ഡാൻസ് ഉണ്ട്, അതുകൂടെ കണ്ടിട്ട് നമുക്ക് എന്തായാലും വീഡിയോട്ട് പോകാം. നമ്മളെ ബോസിനെ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നതിൽ ബോസിന് മാത്രമേ കല്യാണം കഴിച്ച് കൊച്ചൊന്നും ആവാതുള്ളൂ. വിഷ്ണു ബ്രോ, ബോസിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നമ്മളെ സ്വന്തം ബോസ് കുഴപ്പമില്ല. നിങ്ങളും മാരീഡ് അല്ല, ഇവനും മാരീഡ് അല്ല, ഞാനും മാരീഡ് അല്ല. മണി